STT പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത്. ധാരാളം പ്രപ്പോസൽസ് ഒക്കെ ഉണ്ട്. സെമി കണ്ടക്ടർ മിഷൻ്റെ അണ്ടറിൽ 40,000 കോടി രൂപയുടെ അലോക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിന് 2047 വരെ ഡ്യൂട്ടി എക്സംഷൻ, ഇൻകം ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രപ്പോസൽസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ NBFCs ഉണ്ട്, PFC, REC. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ധനകാര്യമന്ത്രി എടുത്തു പറഞ്ഞിട്ട് വളരെ പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇനീഷ്യൽ റിയാക്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. STT കൂട്ടിയത് തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ STT കൂട്ടിയിട്ടുള്ളത് ആ സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇനീഷ്യലിലേക്ക് ഉണ്ടാക്കിയേക്കാം. സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറിയൊക്കെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് PSU ബാങ്കുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സംഭവിച്ചിട്ടുള്ള കമോഡിറ്റി ക്രാഷ് വളരെ അധികം ഇൻവെസ്റ്റേഴ്സിന് ധാരാളം ലോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റുപ്പി ഒരുപക്ഷെ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. STT പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത്. അത് യാതൊരു സംശയവും ഇല്ല. അതേസമയം ധാരാളം പ്രപ്പോസൽസ് ഒക്കെ ഉണ്ട്. സെമി കണ്ടക്ടർ മിഷൻ്റെ അണ്ടറിൽ 40,000 കോടി രൂപയുടെ അലോക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിന് 2047 വരെ ഡ്യൂട്ടി എക്സംഷൻ, ഇൻകം ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രപ്പോസൽസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ NBFCs ഉണ്ട്, PFC, REC. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ധനകാര്യമന്ത്രി എടുത്തു പറഞ്ഞിട്ട് വളരെ പോസിറ്റീവാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച്. കാരണം ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ധാരാളം സബ്സിഡിയറികളുണ്ട്, അസറ്റ് റിച്ച് ആയിട്ടുള്ള സബ്സിഡിയറികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതേസമയം ഹെൽത്ത് സെക്ടറിൽ, അതുപോലെ തന്നെ ബയോ ഫാർമസി സെക്ടറിലൊക്കെ ധാരാളം പ്രപ്പോസൽസൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഗ്ലോബൽ സിറ്റുവേഷൻസും അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലേക്കുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ബഡ്ജറ്റിന് മുമ്പൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇനി ക്യാപസിൽ എത്രത്തോളം സെക്ടറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം റെയിൽവേ അലോക്കേഷൻ വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് കൂടുതൽ പഠിച്ചുകൊണ്ട് അതിനൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഇനീഷ്യൽ റിയാക്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. STT കൂട്ടിയത് തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ STT കൂട്ടിയിട്ടുള്ളത് ആ സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇനീഷ്യലിലേക്ക് ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതൊക്കെ മാർക്കറ്റ് അബ്സോർബ് ചെയ്യും. പക്ഷേ ഇനീഷ്യൽ റിയാക്ഷൻ വളരെ മോശമാണ്. ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കാരണം ഇന്ത്യൻ ബാങ്കിങ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്രോസ് NPA ലെവൽ അറൗണ്ട് 2% ഉള്ളൂ. അതുപോലെ തന്നെ നെറ്റ് NPA ലെവൽ 0.5 എടുത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ധനകാര്യമന്ത്രിനെയും ഈ ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആക്ഷൻസ് തന്നെയാണ് ബാങ്കിങ് സെക്ടറിൽ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിന് കാരണമായിട്ടുള്ളത്. ഓൾറെഡി ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി എന്ത് തന്നെയായാലും ക്രെഡിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ ഫർദറായിട്ട് വരുന്ന ക്വാളിറ്റി, തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റ് ക്വാളിറ്റി തന്നെയാണ് ബാങ്കുകളെ സംബന്ധിച്ച്, ഫൈനാൻഷ്യൽ എൻറ്റിറ്റികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും സെലക്റ്റീവായിട്ടുള്ള റിക്കവറിയൊക്കെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് PSU ബാങ്കുകളുടെ കാര്യത്തിൽ 12 PSU ബാങ്കുകളെ മെർജ് ചെയ്തുകൊണ്ട് 4-5 ബാങ്കുകളായിട്ട് മാറ്റാൻ പോവുകയാണ്. റീസെൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഒരു വർഷം വന്നേക്കാം. യൂണിയൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് അനൗൺസ് ചെയ്ത് വേറൊരു ബാങ്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ബാങ്കായിരിക്കാം ഒരുപക്ഷെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ആവാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഫർദർ ഫാളിനുള്ള ചാൻസസ് ഒന്നും കാണുന്നില്ല. ഇനീഷ്യൽ നീജർക്ക് റിയാക്ഷന് ശേഷം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷൻ കൂടി കണ്ടേക്കാം. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഗ്ലോബലി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സംഭവിച്ചിട്ടുള്ള കമോഡിറ്റി ക്രാഷ് വളരെ അധികം ഇൻവെസ്റ്റേഴ്സിന് ധാരാളം ലോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് തന്നെ മൈനിങ് സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അറൗണ്ട് 10 to 12% പല മൈനിങ് സ്റ്റോക്കുകളും താഴെയാണ്. എന്നിരുന്നാലും ഈ കമോഡിറ്റി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ്
ഗോൾഡിൻ്റെ സിൽവറിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വലിയൊരു ഫ്രൻസി തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഫ്രൻസി സാധാരണ രീതിയിൽ മാർക്കറ്റ് ഏറ്റവും പീക്കിലെത്തുമ്പോഴാണ് കണ്ടുവരാറ്. അത്തരത്തിലുള്ളൊരു പ്രതിഭാസം തന്നെയാണ് കമ്മോഡിറ്റി സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സിൽവർ, അതുപോലെ തന്നെ ഗോൾഡ്, കോപ്പർ, ഈ കമ്മോഡിറ്റികളിലൊക്കെ. തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ച് നല്ല വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഗോൾഡ് ഒരുപക്ഷേ മൈനർ വൊളാറ്റിലിറ്റിക്ക് ശേഷം മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റുപ്പി ഒരുപക്ഷെ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ US ഫെഡിൻ്റെ പുതിയ ചെയർമാൻ്റെ നെയിം ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പ്രോ ഡോളർ പ്രൊഫഷണലാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ ഡോളറിനെ എങ്ങനെ ശക്തിപ്പെടുത്താം, അമേരിക്കൻ എക്കണോമിനെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യൂസിന് എഗൻസ്റ്റ് ആയിട്ട് വ്യൂ ഉള്ള ഒരാളാണ്. ഇദ്ദേഹം വരുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഇമ്പാക്റ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റുപ്പി താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ചുകൊണ്ട് ഒരുപക്ഷെ 92 ലെവലിൽ നിന്ന് 94, 95 ലെവലിലേക്കൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന്, RBIയുടെ ഭാഗത്ത് നിന്ന് റുപ്പീനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള പല മെഷേഴ്സൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള രീതിയിൽ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്.